രാജീവ് ജി ഇടവ എഴുതിയ ഗാസ് മണ്ടി എന്ന പുസ്തകം നോക്കാം. കൈപ്പട പബ്ലിഷ് ചെയ്ത പുസ്തകമാണ് ഗാസ് മണ്ടി. വായനാ ദിനത്തോടനുബന്ധിച്ച് കൈപ്പട തന്നെയാണ് ഈ പുസ്തകം എനിക്ക് അയച്ചു തരുന്നത്. 12 ഷോർട്ട് സ്റ്റോറീസ് അടങ്ങിയ കഥകളാണ് ഈ പുസ്തകത്തിലുള്ളത് കേട്ടോ. പെൺശക്തിയെക്കുറിച്ച്, പെണ്ണുടലിൻ്റെ വിലയെക്കുറിച്ചൊക്കെ പറഞ്ഞു തരുന്ന പുസ്തകം. പൊതുവെ നമ്മൾ നാട്ടുകാർക്ക് ഈ പ്രവാസികളെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടൊക്കെ വളരെ നല്ല രീതിയിൽ രസമായിട്ട് ഈ പുസ്തകത്തിൽ അവതരിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി സഹോദരി സഹോദരന്മാരുകൾ തമ്മിലുള്ള വഴക്കൊക്കെ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതൊക്കെ വായിക്കുമ്പോഴില്ലേ നമുക്ക് ശരിക്കും തോന്നിപ്പോവും എന്തിനാണ് വെറുതെ ഇങ്ങനെ നടന്ന് തല്ലുപിടിക്കുന്നതെന്ന്. ഒത്തിരി നല്ല മനുഷ്യരെ നമുക്ക് ഈ പുസ്തകത്തിൽ കാണാം കേട്ടോ. അതായത് നമ്മുടെയൊക്കെ ജീവിതം തന്നെ പോയാലും നമുക്കൊക്കെ എന്ത് തന്നെ സംഭവിച്ചാലും മറ്റുള്ളവരെ സേവിക്കാനും സഹായിക്കാനൊക്കെ ഇറങ്ങുന്ന ഒത്തിരി നല്ല മനസ്സുള്ള മനുഷ്യരെ കാണിച്ചു തരുന്ന പുസ്തകമാണിത്. പെണ്ണിനെ പെണ്ണായി മാത്രം കണ്ടുകൊണ്ട് വെറി പിടിച്ച കണ്ണുകളുള്ള മനുഷ്യരെ കാണിച്ചു തരുന്ന കഥകളുണ്ട് ഈ പുസ്തകത്തിൽ. അങ്ങനെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്ന, ചിന്തിപ്പിക്കുന്ന, തീക്ഷ്ണമായ കഥകളുള്ള പുസ്തകമാണ് കേട്ടോ അത്. അതുപോലെ തന്നെ സമൂഹത്തിൽ ഇപ്പോഴും എപ്പോഴും ഇനിയും നടക്കാനിരിക്കുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ തന്നെയാണെന്ന് പറഞ്ഞു വയ്ക്കുന്ന പുസ്തകം. പട്ടാള ജീവിതമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒത്തിരി കഥകൾ പറയുന്ന പുസ്തകം. ചില കഥകളൊക്കെ വായിക്കുമ്പോൾ നമ്മളിങ്ങനെ ഇരുന്ന് പോവും. ആ ഒരു വിഷമം കൊണ്ട് നമ്മൾ ശരിക്കും അങ്ങനെ ഇല്ലാതായി പോവും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ നേർക്കാഴ്ച തന്നെയാണ് ഈ പുസ്തകം. പിന്നെ ഈ പുസ്തകത്തിൽ കഥ പറഞ്ഞിരിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് പണ്ടത്തെ ജീവിതവും ഇപ്പോഴത്തെ ജീവിതവും ഇടകലർത്തി ആണ് ഇതിലെ കഥകൾ പറഞ്ഞു പോയിരിക്കുന്നത്. എല്ലാവർക്കും തന്നെ പെട്ടെന്നൊക്കെ വായിച്ചെടുക്കാൻ പറ്റുന്ന നല്ല സിമ്പിൾ ലാംഗ്വേജിൽ രീതിയിലൊക്കെയാണ് ഇതിലെ കഥ പോയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് വായിച്ച് നോക്കിയിട്ട് പറയൂ. രാജീവ് ജി ഇടവ എഴുതിയ ഗാസ് മണ്ടി.